പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് KSU പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുക്കുന്നു. വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാർ നടത്തുന്നത്. ഇപ്പോൾ കാണുന്നത് ടി സിദ്ദിഖ് അടക്കം കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്നതാണ്. പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അവിടെ നേരത്തെ പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ശക്തമായ പ്രതിരോധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നിരവധി KSU പ്രവർത്തകർ കെട്ടിടത്തിന് മുകളിലും ബാരിക്കേഡിന് മുകളിലുമൊക്കെ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ അടക്കം സമരമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് അവിടെ തുടരുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുൻവശത്ത് തുടരുകയാണ്. ഇതിനിടയിൽ ഈ കോളേജിലെ അധികൃതർക്കു നേരെ ഈ KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. സെക്യൂരിറ്റി ഗാർഡ് ഇവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. ഈ കോളേജ് അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധമാണ് നിലവിൽ ടി സിദ്ദിഖ് MLA ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. ഇവർ എന്തിനാണ് തങ്ങളുടെ ദൃശ്യങ്ങൾ ഇവർ പകർത്തുന്നത് എന്ന് ചോദിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. അതായത് കോളേജ് അധികൃതർക്കുൾപ്പെടെ ഈ ഒരു സംഭവത്തിൽ, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അവർ മൗനം പാലിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കോളേജ് അധികൃതർക്ക് നേരെ കൂടി നിലവിൽ ഉയരുന്നത്. ഇവർ ഈ മതിലിന്, ഈ കോളേജ് ക്യാമ്പസിലേക്കുള്ള മതിൽ ചാടിക്കടന്ന് ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം ടി സിദ്ദിഖ് MLA ഭാഗത്തു നിന്ന് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾക്കാണ് നിലവിൽ ഈ പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിന്റെ മുൻവശം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെ പോലീസ് പരാജയപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. വേണു, അഭിജിത്ത്, പോലീസ് പ്രകോപിതരാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വേണു, ആ രീതിയിലുള്ള ഒരു പ്രതിരോധം പോലീസ് തീർക്കുന്നില്ല. പോലീസിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. പ്രവർത്തകർ, വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഇവിടേക്ക് പൂക്കോട് വെറ്റിനറി കോളേജിന് മുൻവശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശരി, ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അവിടെ എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇന്നലെ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട് എന്ന്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. മുൻ MLA CK ശശീന്ദ്രൻ അടക്കം അന്വേഷണത്തിൽ ഇടപെടുകയും പോലീസിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇന്നലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പങ്കുവച്ചത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അഭിജിത്ത്, രമേശ് ചെന്നിത്തലയും എത്തിയിരിക്കുന്നു. അല്പസമയത്തിന് രമേശ് ചെന്നിത്തല സംസാരിക്കും അണികളോട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. പുതിയ ആരോപണങ്ങളുടെ സാധ്യത എത്രത്തോളം? വേണു, ഇതിൽ പ്രധാനമായും SFIയുടെ നേതാക്കളാണ് പ്രതിപട്ടികയിലുള്ളത്. അതിനാൽ തന്നെ അവർക്ക് CPIMന്റെ ഒരു സംരക്ഷണം ലഭിച്ചു. ആ സംരക്ഷണത്തിന്റെ തണലിലാണ് അവർ ഇത്രയും നാൾ കഴിഞ്ഞത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉന്നയിച്ചത്. ഒപ്പം മുൻ MLA ആയ CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ DYSPയെ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്കുള്ള കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.